സാറേ, വെള്ളാപ്പള്ളി നടേശൻ SNDPയെ കൊണ്ട് BJP പാളയത്തിൽ കെട്ടി. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞതാണ്. അപ്പം CPMന് വോട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ CPMൻ്റെ പരമ്പരാഗതമായ വോട്ടുകൾ പോയതിന് കാരണം SNDP ആണല്ല, വെള്ളാപ്പള്ളിയാണെന്ന് ഒരു പരോക്ഷമായ കുറ്റപ്പെടുത്തലാണെന്ന് തോന്നുന്നത്. അതിനെന്തോ മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നും കേൾക്കുന്നു. MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെ മാത്രമല്ല, നടേശൻ്റെ ഭാര്യ പ്രീതി നടേശനെയും വിമർശിച്ചിരുന്നു. പ്രീതി നടേശൻ സംഘീയ മട്ടിലൊക്കെ സംസാരിച്ചിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്ത് ചാതുർവർണ്ണീയ വ്യവസ്ഥിതി നടപ്പാക്കാൻ BJPക്കും RSSനും വെള്ളാപ്പള്ളി കൂട്ടുനിൽക്കുകയാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അത് ഗോവിന്ദന് ഈ ചാതുർവർണ്ണയം എന്താണെന്നൊക്കെ മനസ്സിലാകാഞ്ഞിട്ടാണ്. ചാതുർവർണ്ണയവും ജാതിയും രണ്ടും രണ്ടാ. ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ കർമ്മം, ഓരോരുത്തരുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷനാണ്. ആ ജാതിയല്ല, അത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. മാത്രമല്ല, ചാതുർവർണ്ണയം എന്ന് പറഞ്ഞത് ഒരു സെൽഫ് സസ്റ്റൈൻഡ് സൊസൈറ്റി ആണെന്ന് ഗോവിന്ദനേക്കാൾ വിവരവും ബോധമുള്ള DD കോസംബി, മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, ആൻ ഇൻട്രൊഡക്ഷൻ ടു ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. സ്വയം പര്യാപ്ത സമൂഹമായിരുന്നു ചാതുർവർണ്ണയ സമൂഹം. ഓരോരുത്തരും അവരവരുടേതായ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു എന്ന് കോസംബി എഴുതിയിട്ടുണ്ട്. ജാതി എന്ന് പറയുന്നത് വേറെ സാധനം, ഇത് രണ്ടും രണ്ടാ. രണ്ടും ഒന്നാണെന്ന് പറഞ്ഞത് ഈ CPMൻ്റെ അജണ്ട ഉണ്ടല്ലോ, ഈ സവർണ അവർണ ഡിവിഷൻ ഉണ്ടാക്കിയിട്ട് അവർണ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഗോവിന്ദനോട്, കടപ്പുറത്ത് വെച്ച് കാള കുത്തിയതിന് വീട്ടിലെത്തിയ അമ്മയെ തല്ലരുത് എന്നാണ് പറഞ്ഞത്. കാരണം ജനങ്ങളെതിരായിട്ട് വോട്ട് ചെയ്തു, അതിന് എന്നെ കുറ്റം പറഞ്ഞ് നടക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണല്ലോ, കൃത്യമായ മറുപടിയാണ്. ജനം ഇവരുടേതായ മതപ്രീണന പരിപാടികളൊക്കെ ഉണ്ട്, മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചൊക്കെ നടക്കുന്നു. CPM ഹിന്ദുക്കൾക്ക് അതിൽ താല്പര്യമില്ല, ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നില്ല, അവർ മടുത്തു. മുസ്ലിങ്ങൾക്കും മടുത്തു. അപ്പോൾ മുസ്ലിങ്ങളും വോട്ട് ചെയ്തില്ല. തട്ടിപ്പാണ്, കാപട്ടിയാണ് CPM കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലായി. യോഗത്തെ വെള്ളാപ്പള്ളി ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയി എന്നാണല്ലോ ഈ ഗോവിന്ദൻ പറഞ്ഞത്. യോഗത്തെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ് ഗോവിന്ദൻ ഇത് പറയുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. യോഗത്തിനെ പറ്റി ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ്. വേണ്ടത്ര പഠിച്ചിരുന്നെങ്കിൽ ഗോവിന്ദൻ ഇങ്ങനെ പറയില്ലായിരുന്നു. പാർലമെന്ററി തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് ഇതിന് പിന്നിലുള്ള വികാരമെങ്കിൽ ചോദിക്കാനുള്ളത്, വെള്ളാപ്പള്ളി പറയുക, വടക്ക് തീയര് ഒരുപാടുള്ള സ്ഥലമല്ലേ, അവിടെ പാർട്ടിയുടെ വോട്ട് എന്തേ ഇല്ലാതെ പോയി. അപ്പൊ ഇവിടെ ഒരു ഡിവിഷൻ കൊണ്ടുവരികയാണ് വെള്ളാപ്പള്ളി. ഈഴവരും തീയരും രണ്ടാണ് എന്നുള്ളത്. കാരണം ഈഴവരെക്കാൾ പ്രമാണിമാരാണ് തീയർന്ന് തീയര് കരുതുന്നുണ്ടല്ലോ, സവർണരാണ് തീയർ എന്നുള്ളത് തീയര് കരുതുന്നുണ്ടല്ലോ. അപ്പൊ ആ തീയരെന്താണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്ന് വെള്ളാപ്പള്ളി വയ്ക്കുക? ഞങ്ങൾ ഈഴവര് CPMന് വോട്ട് ചെയ്തില്ല, ബേസ് വോട്ട് പോയി, അടിസ്ഥാന വോട്ട് പോയി എന്നാണല്ലോ. വടക്കെന്താ തീയര് വോട്ട് ചെയ്യാതിരുന്നത്? അവിടെ പാർട്ടിയുടെ വോട്ട് എന്ത് ഇല്ല. അവിടെ നല്ലൊരു ടീച്ചർ നിന്നിരുന്നല്ലേ തീയ. 1,14,000 വോട്ടിനല്ലേ മറ്റേ ടീച്ചർ തോറ്റത്. അവിടുത്തെ പാർട്ടി വോട്ട് എവിടെ പോയി? അവിടുത്തെ തീയ വോട്ട് എവിടെ പോയി? സ്വന്തം കണ്ണിലെ കോല് കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാൻ പോകരുത്. പിണറായി എന്താ ഇങ്ങനെ പറയാത്തത്? പിണറായിക്ക് കാര്യമറിയാം, അതുകൊണ്ട് കഥയറിയാതെ ആട്ടം കാണരുത്. ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നടക്കുകയാണ്. അത് പിണറായി വിജയനും ചെയ്തതാണല്ലോ. അതുകൊണ്ട് ഇപ്പം എവിടെ എത്തി? ഉത്തരത്തിലിരുന്നതും പോയി, കാലും ചുവട്ടിൽ കിടന്നതും പോയി. കാര്യങ്ങൾ നന്നായി പഠിക്കണം എന്നാണ് മാഷിനോട് പറയാനുള്ളത്. ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണല്ലോ. വെള്ളാപ്പള്ളി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈഴവര്, തെക്കുള്ള ഈഴവര് മാത്രമല്ല മാഷേ, വടക്കുള്ള തീയരും വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആത്മവിമർശനം നടത്തിയിട്ട് മറ്റേ ഈഴവരുടെ മെക്കിട്ട് കയറാൻ പാ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് അങ്ങേര് മറ്റേ വെള്ളാപ്പള്ളി പറഞ്ഞത് ആകെ മൊത്തത്തിൽ ഈഴവരോട് CPMനെതിരെ വോട്ട് ചെയ്യാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിക്കും. അതെന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് അവർ ആരിഫിന് വോട്ട് ചെയ്തിരുന്നു ആലപ്പുഴയിലെ ഈഴവര്. അങ്ങനെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല.
അങ്ങേര് പാർലമെൻറ്റിൽ പോയാൽ അങ്ങേർക്കൊന്നും സംസാരിക്കാൻ പോലും അറിഞ്ഞൂടാ. ബബ്ബ പറയുന്ന പരിപാടിയാണ്. റഹീമും മറ്റേ ആരിഫും ഒക്കെ ഏതാണ്ട് അതുപോലെയാണല്ലോ. ഇവർക്കൊന്നും മറ്റേ പാർലമെൻ്ററി പ്രവർത്തനം പറ്റില്ല. ഈഴവരുടെ കൂടെ നിൽക്കില്ല. മുസ്ലിം മറ്റേ മതപ്രീണനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈഴവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളേ ഇല്ല, മതപ്രീണനം ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മതപ്രീണനത്തിന് ഇറങ്ങിയതാണ് ഈ ദോഷം വരുത്തി വെച്ചത്. അതായത് ഇപ്പോൾ ഈ കണ്ണൂരും കോഴിക്കോടും ഒക്കെ കൂടുതലും തീയ വോട്ടുകൾ അല്ലേ, തീയർ ആ സപ്പോർട്ടായിരുന്നു എന്നും CPM-ൻ്റെ ശക്തി. പക്ഷേ ഇത്തവണ സാർ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് 1.25 ലക്ഷത്തോളം, വടകരയിൽ അത്രയും, അത് കഴിഞ്ഞ് കണ്ണൂരിലേക്ക് പോയ കെ സുധാകരൻ വിജയ്. അപ്പോൾ എല്ലായിടത്തും തീയരും തിരിച്ചടിച്ചു. അതല്ലേ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ഗോവിന്ദന് മറുപടി ഇല്ലാത്ത അവസ്ഥയായില്ലേ? ഗോവിന്ദന് മറുപടിയില്ല. കാരണം ഗോവിന്ദൻ ഈഴവരുടെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട്, അത് ഗോവിന്ദൻ നോക്കണ്ട. ഗോവിന്ദൻ പോയി തീയരുടെ കാര്യം നോക്ക്, എന്നിട്ട് വർത്തമാനം പറ. ആണ് ഈ വെള്ളാപ്പള്ളി പറയുന്നത്. നിങ്ങൾക്ക് കണ്ണൂരിൽ വോട്ട് കിട്ടിയിട്ടില്ലല്ലോ, ഇല്ല. നിങ്ങൾക്ക് വടകരയിൽ വോട്ട് കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് കോഴിക്കോട് വോട്ട് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലായിടത്തും വോട്ട്, പാലക്കാടോ അവിടെയും വോട്ട് ചോർന്നു, വോട്ട് കിട്ടിയിട്ടില്ല. തീയവരും മറ്റേ ഈഴവര് മാത്രമല്ല, തീരും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ഈഴവരെ പഴി പറഞ്ഞിങ്ങനെ നടക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ, ഇവരെല്ലാം കൂടിയാണ് മറ്റേ കോൺഗ്രസിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി ഞങ്ങളെ BJP-യുടെ തൊഴുത്തിൽ, സംഘത്തിൻ്റെ RSS-ൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയത് എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അപ്പോൾ തീരും സംഘികളായോ? അതാണ് ചോദിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ CPM-ൻ്റെ വോട്ട് കുറഞ്ഞു, ബേസ് വോട്ട് എന്ന് പറയുന്നത് ഈഴവരുടെ വോട്ടുകൾ കിട്ടിയില്ല. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പക്ഷേ ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ തെറ്റായ നിലപാടും ഒക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ, ഈ പാർട്ടി അണികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി വെറുതെ SNDP-യെ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഭാര്യയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാ നേതാക്കളും വരുവാണ്. അതായത് വെള്ളാപ്പള്ളി പറയുന്നതാണ് വാസ്തവം. എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ കാരണമല്ല ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനും പറയുന്നത്. അവർ അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അണികൾക്കൊക്കെ വിവരമുണ്ട്, തീയർക്കും ഈഴവർക്കും ഒക്കെ വിവരമുണ്ട്, മുസ്ലിങ്ങൾക്കും വിവരമുണ്ട്. പിണറായി വിജയനും ഈ ഗോവിന്ദനെ പോലുള്ള ആളുകൾക്ക് ആണിപ്പോൾ വിവരമില്ലാത്തത്. ബേസിക്കായിട്ട് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കാപട്യം. അതാണ് CPM-നെ തറ പറ്റിച്ചത്. അവർ ഈ മുസ്ലിം പ്രീണനത്തിന് ഇറങ്ങി. അത് ഹിന്ദുക്കൾക്ക് മനസ്സിലായി. ഇപ്പോൾ മറ്റേ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം കോയിൻ ചെയ്തതാണ്. ഭാരത് മാതാ കി ജയ് ഒരു മുസ്ലിം കോയിൻ ചെയ്തതാണ്. ഇത് പിണറായി വിജയൻ പ്രസംഗിച്ചതാണ്. അന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. മണ്ടത്തരമാണ് ഈ പറയുന്നത്. ഒരു മലയാളി, നമ്മുടെ ചെമ്പക രാമൻപിള്ള, അദ്ദേഹമാണ് ആദ്യം ഈ ജയ് ഹിന്ദ് എന്ന് പ്രയോഗിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇത്രയും കാലം ജീവിച്ചിട്ട് പിണറായി വിജയന് അത് മനസ്സിലായിട്ടില്ല. ചെമ്പക രാമൻപിള്ളയ്ക്ക് ശേഷം 34 കൊല്ലം കഴിഞ്ഞ് ഒരാൾ ജയ് ഹിന്ദ് പറഞ്ഞതാണ് ആദ്യത്തെ ജയ് ഹിന്ദ് എന്നാണ് പിണറായി വിജയൻ ധരിച്ചു വശമായിരുന്നത്. പിണറായി വിജയനെ മുഹമ്മദ് റിയാസ് തെറ്റിദ്ധരിപ്പിച്ചതാണോ KT ജലീൽ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിലല്ലേ സംശയമുള്ളൂ. സ്വന്തമായ വിവരം വേണ്ടേ? അതില്ല. എന്നിട്ട് ഈ കള്ളത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത വേണ്ടെന്ന് വെച്ചാൽ ആ ഹംസയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാലൊക്കെ നടക്കും. ഇത് വിചാരിച്ച എന്താന്ന് വെച്ചാൽ ഈഴവരും തീരും കൂലിപ്പെട്ട ആൾക്കാരാണ്, എന്നും അടിമകളായിട്ട് നമുക്ക് വോട്ട് ചെയ്യും എന്ന് പിണറായി വിജയനും കൂട്ടരും തീരുമാനിച്ചു. അതിന് കിട്ടിയ തിരിച്ചടിയാണ് ഇത്. അതായത് ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടർന്നാൽ CPM-ൻ്റെ അടിത്തറ ഇല്ലാതാകുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് വെറുതെ ഒരാളുടെ മേൽ കുതിര കയറുന്നത്, അതാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ മേലിൽ കുതിര കയറിയത് കൊണ്ട് എന്ത് പറ്റി? കൂടെ ഉണ്ടായിരുന്ന ബാക്കി തീയ വോട്ടുകളും ഈഴവ വോട്ടുകളും കൂടി പോകുന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയൻ പാർട്ടിയുടെ ലിക്വിഡേറ്ററാണ്. ആ ലിക്വിഡേഷൻ എത്രയും പെട്ടെന്ന് നടക്കണം. ഈ കരുവന്നൂർ ബാങ്കൊക്കെ ആക്കിയ പോലെ തന്നെ കരുവന്നൂർ ബാങ്കിനെ എങ്ങനെയാണോ നശിപ്പിച്ചത് അതുപോലെ പാർട്ടിയെ നശിപ്പിക്കാമെന്നാണ് പിണറായി വിജയനും MV ഗോവിന്ദനും വിചാരിക്കുന്നത്. ഒരാവശ്യമില്ലാണ്ട് വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം. വീട്ടിലിരിക്കുന്ന പ്രീതി നടേശനെ, അവരാണെങ്കിൽ ഒരു ആത്മീയ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. കുടുംബത്തിൽ സന്യാസിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ.
അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരാളെയും കൂടി പഴി പറയാം. സംഘടന എന്നാണ് വിളിച്ചത്. അവരൊരു RSS യോഗത്തിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. അവര് ശബരിമലക്കാരത്ത് അല്ലേ, അതെ അതെ, ഒരുപാട് ശബരിമലയില് അയ്യപ്പനെതിരെ മാർക്സിസ്റ്റ് പാർട്ടി നിലകൊണ്ടപ്പോ അതിനെതിരായിട്ട് ദേവസ്വം പ്രസിഡന്റ് K. പത്മകുമാറിന് പോലും അത് മാറ്റേണ്ടി വന്നു. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വിശ്വാസികൾക്കൊപ്പമാണ് പത്മകുമാർ, വിശ്വാസികൾക്കൊപ്പമാണ് അദ്ദേഹം നിന്നത്. പിന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു. അവിടുത്തെ കമ്മീഷണറെയൊക്കെ മാറ്റി. ഇങ്ങനെയാണ്. അപ്പോൾ ഉള്ള ഇഴവരെയും കൂടി കൂടെയുള്ള ഇഴവരെയും കൂടി അകറ്റാനുള്ള പണിയാണ് ഇപ്പോൾ MP ഗോവിന്ദൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MP ഗോവിന്ദൻ ആത്മവിമർശനം നടത്തുന്നില്ല, അതാ ഈ പറയുന്നത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ CPMന്റെ സംസ്ഥാന സമിതി ചേരുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം പിണറായിയെ മുമ്പിൽ അവതരിപ്പിച്ച് അതോടുകൂടി പിണറായി കുറ്റം ഏറ്റുവാങ്ങി ക്ഷമ പറഞ്ഞ് പാർട്ടിയുടെ മുമ്പിൽ കീഴടങ്ങും, അങ്ങനെ കരുതാം. ഇല്ല, പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ മുസ്ലിം മതപ്രീണനം നടത്തിയത് തെറ്റായിപ്പോയി എന്നിതുവരെ ഏറ്റു പറഞ്ഞിട്ടില്ലല്ലോ. പറയുമോ എന്നാണ് ചോദിച്ചത്. കാരണം EMSന്റെ കാലത്തൊക്കെ എപ്പോഴാണെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു പാർട്ടി CPM ആയിരുന്നത് കൊണ്ടാണ് ഇവിടെ BJP വളരെ വർഷങ്ങൾ ക്ലച്ച് പിടിക്കാതിരുന്നത്. മുസ്ലിം പ്രീണനം തുടങ്ങിയപ്പോൾ BJP ക്ലച്ച് പിടിച്ചു, ഹിന്ദു പാർട്ടി അല്ലാതെ പോയി. EMS ഉള്ള കാലത്ത് ഇടക്കാലത്ത് ഉണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗിനെ പോലും ഷാബാനു കേസ് പറഞ്ഞിട്ട് ഓടിച്ചു കളഞ്ഞില്ലേ സഖ്യത്തിൽ നിന്ന്. ഷാബാനു കേസ് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ നിലപാട് എന്താ എന്ന് പറഞ്ഞിട്ട് അഖിലേന്ത്യാ ലീഗുകാര് പിന്നെ ശരീരത്തിനെതിരെ സംസാരിക്കണം എന്നാണ് EMS പറഞ്ഞത്. അത് പറ്റില്ലല്ലോ, ഒരു മുസ്ലിമിനും ശരീരത്തിനെതിരെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിൽ അങ്ങനെ വലിച്ചിട്ടു, അഖിലേന്ത്യാ ലീഗിനെ പുറത്താക്കി സഖ്യത്തിൽ നിന്ന്, അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ അത് ശുദ്ധീകരിച്ചു, വീണ്ടും ഹിന്ദു പാർട്ടിയാക്കി. ആ സഖ്യം പോലും വേണ്ടെന്ന് വെച്ചാണ് EMSന്റെ കാലത്ത്. എന്നിട്ടാണിപ്പോൾ ഗോവിന്ദനും പിണറായിയും കൂടി നമുക്ക് മുസ്ലിം വോട്ട് ബാങ്കിലൊന്ന് നന്നായിട്ട് പണിത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ശുദ്ധ അസംബന്ധമായിരുന്നു അത്. അത് ഹിന്ദു പാർട്ടിയായിട്ട് നിന്നാൽ കൊള്ളാമായിരുന്നു. അതിന് പകരം ഇപ്പോൾ തീവ്ര ഹിന്ദുത്വം ചിലപ്പോൾ പറയുന്നുണ്ട് ഈ ഗോവിന്ദൻ. ഇപ്പോൾ അതാണ് അമ്പലത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞു. പാർട്ടി ഭാരവാഹി അല്ലേ, ലോക്കൽ കമ്മിറ്റി വരെയുള്ള ഒരു അമ്പലത്തിന്റെ രാജന് ഇത് നേരത്തെ തുടങ്ങിയതാണ്, ശോഭായാത്രകളൊക്കെ നടത്തിക്കൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വരിക, അവര് പറയുന്ന ഈ മതേതരത്വം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് മാറുകയാണല്ലോ അവര്. അത് നല്ലതാണ്. ആ ഹിന്ദുത്വം മറ്റേ BJP RSS ചെയ്യുന്നതും തെറ്റല്ല എന്ന് വരും. അവരുടെ കൂടെ അവർക്ക് കുറച്ചുകൂടി സമൂഹത്തിൽ വില കിട്ടുകയാണല്ലോ ചെയ്യുന്നത്. അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അതൊക്കെ ഇവര് അനുകരിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ അവസ്ഥ വരിക. മാത്രമല്ല ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ പ്രത്യയശാസ്ത്ര തന്ത്രജ്ഞനൊക്കെ ആയിരുന്നു സവർക്കറെ കുറെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഉള്ള വിവരങ്ങളൊക്കെ. പണ്ട് AKജിയും ഹിരൺമയി മുഖർജിയും പോലുള്ള മാർക്സിസ്റ്റുകാർ ഒക്കെ സവർക്കർക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളുകളാണ്. അദ്ദേഹത്തിനെ വലിയ വിപ്ലവകാരിയായിട്ടാണ് കണ്ടത്. അതൊക്കെ പുറത്തു വന്നു. കാൾ മാർക്സിന്റെ കൊച്ചുമകനാണ് ഹേഗിലെ ലോക കോടതിയിൽ സവർക്കർക്ക് വേണ്ടി ഹാജരായത്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലേ ഈ MV ഗോവിന്ദൻ ഇത് കിട്ടിയതല്ല, ചെന്ന് ചോദിച്ച് മേടിച്ചതാണല്ലോ. അത് ഈ ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ പോലെയാണ് ഈ ഗോവിന്ദൻ ചെയ്തത്. വെള്ളാപ്പള്ളിയെ മടയിൽ പോയി ആക്രമിച്ചത് ഒരാവശ്യമില്ലാതെ മിണ്ടാതിരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പൊ ചോദിച്ചു മേടിച്ചാണ്. അതുകൊണ്ട് ഗോവിന്ദൻ പറയട്ടെ, തീയർ എന്തുകൊണ്ട് CPMന് വോട്ട് ചെയ്തില്ല, ഗോവിന്ദൻ പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.